പരിചയപ്പെടുത്തി. സിയാഹുൽ റഹ്മാൻ പ്രവാസിയാണ്. 15 വർഷമായിട്ട് സൗദിയിൽ ചെറിയൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. നാട്ടിലും സ്ഥാപനമുണ്ട്, BKBD തന്നെയാണ്, നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അതിന്റെ കൂടെ ഏകദേശം ഒരു 4 വർഷം മുമ്പ്, കഴിഞ്ഞ 4 വർഷം മുമ്പുള്ള ഒരു ഓഗസ്റ്റ് മാസത്തിലാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വരുന്നത്. അതേ 4 വർഷം കഴിഞ്ഞുള്ള ഒരു ഓഗസ്റ്റ് മാസത്തിൽ പ്ലാറ്റിനം ഡയറക്ടർ എന്ന് പറയുന്ന ടൈറ്റിൽ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു. വളരെ സന്തോഷം. ഈ ഒരു അവസരത്തിലേക്ക് വരുന്നതിന്റെ മുമ്പ് 1 വർഷത്തോളം ഈ ഒരു അവസരത്തെ എതിർക്കുകയും ഇത് തട്ടിപ്പാണ്, മണി ചെയിനാണ്, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, എനിക്കിതിനൊന്നും സമയമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ നെഗറ്റീവ് അടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നീടാണ് അനിയൻ നേരത്തെ സംസാരിച്ചു, അസീബ് റഹ്മാൻ ഈ അവസരത്തിലേക്ക് വന്നു. അതിന്റെ ശേഷം ഞാൻ ഈ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങി ഉപയോഗിച്ചു. പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഒക്കെ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി തരക്കേടില്ല, പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഒക്കെ ഓക്കെയാണ്. ആ സമയത്ത് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്, സാധാരണ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റിന്റെ വിലയല്ല എന്ന് തോന്നി, അതിനേക്കാൾ ചെറിയൊരു കൂടുതലുണ്ടെന്ന് ചെറിയൊരു ഫീൽ ആ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തു. എന്റെ സംസാരത്തിന്റെ പവർ കൊണ്ടാണോ? ഓക്കെ, എനിവേ ആ സമയത്ത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ആ സമയത്ത് ഞാൻ ചോദിച്ചു, പ്രൊഡക്ട്സിന്റെ അപ്ലൈനോട്, ഷർഫു സാറോട് ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞു, ഒരു കസ്റ്റമർ ആണെങ്കിൽ പോലും കിട്ടുന്ന 6 തരം ബെനിഫിറ്റ്സുകളെ കുറിച്ച് മനസ്സിലായപ്പോൾ എനിക്ക് മനസ്സിലായി, ഇന്ന് മാർക്കറ്റിൽ നിന്നും നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന ലോക്കൽ പ്രൊഡക്റ്റിന്റെ വില പോലും നമുക്ക് മോഡി കെയറിന്റെ ഉൽപ്പന്നങ്ങൾക്ക് വരുന്നില്ല എന്ന തിരിച്ചറിവാണ് പിന്നീട് ഈ അവസരത്തെ ഒന്നുകൂടി പഠിക്കാൻ വേണ്ടി തയ്യാറായത്. കൂടുതലായിട്ട് മുന്നോട്ട് പോയ സമയത്ത് എനിക്ക് മനസ്സിലായി, ഒരു പാസീവ് ഇൻകം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഒരു പക്ഷേ ഒരു പ്രവാസിയായി ഞാൻ പിന്നീട് തിരിച്ചു വരുന്ന സമയത്ത്, ബിസിനസ് നമുക്കറിയാം കൊറോണ സമയത്ത് കൂടിയാണ് ഈ അവസരത്തിലേക്ക് വരുന്നത്. കൊറോണയുടെ സാഹചര്യത്തിൽ ബിസിനസ് ഒക്കെ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സമയത്ത് എനിക്ക് മനസ്സിലായി, ഈ ഒരു ഓപ്പർച്യൂണിറ്റി മോഡി കെയർ എന്റെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് സമയത്തും എങ്ങനെയും എനിക്ക് ഒരു പാസീവ് ഇൻകം നേടിയെടുക്കാൻ സാധ്യമാണ് എന്നുള്ളതും, പ്രായമാകുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മുടെ കാലശേഷം നമ്മുടെ മക്കൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കാൻ മോഡി കെയറിലൂടെ സാധ്യമാണ് എന്ന് മനസ്സിലാക്കി ഇവിടെ ഉറച്ചു നിന്നു. കൂടുതൽ പഠിച്ചു, മുന്നോട്ട് പോയി. ഇന്ന് എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പിന്നെ ഇന്ന് എൻ്റെ സ്വപ്നം, അന്ന് ജസ്റ്റ് അനിയനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതിലേക്കാണ് ജയം ചെയ്തത്. പിന്നീട് മുന്നോട്ട് പോയപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് ഒരു നല്ല വരുമാനം വാങ്ങിയെടുക്കാൻ പറ്റും. പിന്നീട് തോന്നി, എനിക്ക് നല്ല വരുമാനം വാങ്ങിയെടുക്കാനും എൻ്റെ കൂടെ വരുന്നവർക്കും വരുമാനം വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കി. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഗോൾ എന്ന് പറഞ്ഞാൽ അതിരുകളില്ലാത്ത രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞു. ഏറ്റവും ചുരുങ്ങിയത് വളരെ കുറഞ്ഞ കാലഘട്ടത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു 100 കാർ അച്ചീവേഴ്സിനെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ സൃഷ്ടിക്കണം എന്നാണ് എൻ്റെ തീരുമാനം. കാരണം ഞാൻ ഈ അവസരത്തെ മനസ്സിലാക്കുന്നത്, ഇപ്പം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമ്മൾ മോഡി കെയറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഇൻഡസ്ട്രിയെ മനസ്സിലാക്കുന്ന സമയത്ത് ഇൻഡസ്ട്രിയുടെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ അപാരമാണ്. കാരണം നമ്മൾക്ക് ഇപ്പോൾ ഒക്കെ നമ്മളെല്ലാവരും ചെയ്യുന്നത് പാർട്ട് ടൈം ആയിട്ടായിരിക്കും. ഞാൻ വളരെ പാർട്ട് ടൈം ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരു പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും പാർട്ട് ടൈം ആയിരിക്കും. പക്ഷെ ഞാൻ എൻ്റെതായിട്ടുള്ള എൻ്റെ മനസ്സിലാക്കുന്നത്, ഒരു 3 വർഷത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഏറിപ്പോയാൽ ഒരു 3 വർഷം, അതിൻ്റെ ഉള്ളിൽ ഈ ഒരു അവസരത്തിലേക്ക് കടന്നു വരുന്ന ആളുകളിൽ ഫുൾ ടൈമറായിട്ട് ഒരുപാട് പ്രൊഫഷണൽസ് ഈ ഒരു അവസരത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു 3 വർഷത്തിനുള്ളിൽ തന്നെ ഈ ബിസിനസ്സിലേക്ക് എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് ആദ്യമേ കാലെടുത്ത് വെക്കുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്കും അത് മോഡി കെയറിലേക്ക് തന്നെ ആയിരിക്കും എന്ന് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്ലാറ്റിനം ഡയറക്ടർ എന്ന് പറയുന്നതൊക്കെ വളരെ ഒന്നും ആയിട്ടില്ല, അതൊന്നും ഒരു ടൈറ്റിൽ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളോടും എന്നോടും ഒക്കെ പറയാനുള്ളത്, നമ്മൾ എത്തിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അപാരമായ പൊട്ടൻഷ്യൽ ഉള്ളൊരു അവസരമാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയാണെങ്കിലും, മോഡി കെയർ എന്ന് പറയുന്ന കമ്പനി ആണെങ്കിലും, നമ്മുടെ പ്രൊഡക്റ്റ് ആണെങ്കിലും, നമ്മുടെ ഇൻകം പ്ലാൻ ആണെങ്കിലും എല്ലാം അപാരമാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചെറിയ ടൈറ്റിൽസ് ഒന്നുമല്ല, ഒതുക്കും മേലെ ഒരുപാട് നേടിയെടുക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട് എന്നല്ല തീർച്ചയാണ്. നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് കളിയാക്കലുകളും പരിഹാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വീട്ടിൽ നിന്നുണ്ട്, കുടുംബത്തിൽ നിന്നുണ്ടാവും, അയൽപക്കത്തു നിന്നുണ്ടാവും, സുഹൃത്തുക്കളിൽ നിന്നുണ്ടാവും, എല്ലായിടത്തു നിന്നുണ്ടാവും. അതിനൊക്കെ നേരിടാൻ പറ്റുന്ന ഒരു മനക്കരുത്ത് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഇവിടെ ചെയ്യേണ്ടത്. അതിനനുസരിച്ച് ഉള്ള ഒരുപാട് ട്രെയിനിങ്സും പ്രോഗ്രാംസും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു. എനിക്ക് ഈ സമയത്ത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇവിടെ നിന്നുകൊണ്ട് റെക്കഗ്നൈസേഷൻ ഞാൻ ഏറ്റുവാങ്ങുന്ന സമയത്ത് ഒരു ഓർക്കാനും എനിക്ക് നന്ദി പറയാനും ഒരുപാട് ആളുകളുണ്ട്. എസ്പെഷ്യലി എനിക്കറിയാം, ഈ ഒരു അവസരത്തിലേക്ക് കടന്നു വന്നു നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കൊരു കൃത്യമായ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ ജിഷാദ് സർ ആൻഡ് ദിനേശ് നാരായൺ സർ, നമ്മുടെ ടീം ഗ്ലോബൽ സിസ്റ്റം, അത് തന്നെയാണ് ഇന്ന് ഈ കേരളത്തിൽ ഇത്രമാത്രം വലിയ ഒരു വിപ്ലവം മോഡി കെയറോടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ ഒരു അവസരത്തേക്ക് വന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി തരാനും പഠിപ്പിക്കാനുമായിട്ട് കൃത്യമായി നമ്മൾ നല്ല രീതിയിൽ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് ലീഡ് ചെയ്തിട്ടുള്ള എസ്പെഷ്യലി നമ്മുടെ സുഹറ മാഡം, അതുപോലെ തന്നെ ജലീൽ സർ, ആൻഡ് പിന്നെ ഈ അവസരത്തിലേക്ക് എന്നെ വിളിച്ചു. കുറെ സമയം ഞാൻ മാറി നിന്നു. ഷറഫ് സർ, അതുപോലെ തന്നെ എൻ്റെ അനിയൻ നസീബ് സർ, ഇവരോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല.
കാരണം അവരുടെയൊക്കെ സപ്പോർട്ടും അവരുടെയൊക്കെ ആ ഒരു പിന്തുണയും തന്നെയാണ് ഇന്ന് ഒരു അവസരത്തിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ നിൽക്കുന്നത് എന്ന് എനിക്ക് തീർച്ചയാണ്. അതുപോലെ തന്നെ എൻ്റെ ടീം അംഗങ്ങൾ, എൻ്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന എൻ്റെ ടീം അംഗങ്ങൾ, ഒരുപാട് ആളുകൾ പേരെടുത്ത് പറയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വിട്ടുപോകുന്നതിലേക്ക് അവരോടും, അതുപോലെ തന്നെ എൻ്റെ ലവ് ലൈൻ ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങൾ എല്ലാവരും, കാരണം നമ്മളെല്ലാവരും കൂടിയിട്ടുള്ള വിജയമാണ് മോഡികയിൽ സാധ്യമാകുന്നത്. ഒരാളുടെ വിജയം ഇവിടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യടികളൊക്കെ അതിന്റെ ഒരു കാരണമാണെന്ന് മനസ്സിലാക്കുന്നു. ഇനി എല്ലാവർക്കും എല്ലാ വിജയങ്ങളും മോഡികളോട് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.